ഹായ് ഗൈസ്. സോ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ ലോഗിൻ ഫോം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു പാരൻറ്റ് കമ്പൗണ്ടാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമുക്ക് ഒരു റീയൂസബിൾ ചൈൽഡ് കമ്പൗണ്ടാണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഓത്ത് ഫോം എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. സോ ഇത് തന്നെയാണ് യൂസർ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു ആക്ച്വൽ ഫോം നമ്മൾ കൊടുക്കേണ്ടി വരിക. സോ നമുക്കത് ഇത് ക്രിയേറ്റ് ചെയ്യാം. ചൈൽഡ് കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഓത്ത് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ കോഡിൽ പോയി കഴിഞ്ഞാൽ സെയിം ലെവലിലാണ്. ഞാനിത് അൺകമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളില്ലാന്ന് പറഞ്ഞിരുന്നു, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. സോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ കമ്പോണൻസിൽ ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് പേര് കോപ്പി ചെയ്തിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. authform.js എന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, ഇതൊരു ക്ലാസ് ബേസ്ഡ് കമ്പോണൻസാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് ഞാൻ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം റിയാക്ട് കമ്പോണൻ്റ് എടുക്കുന്നുണ്ട് ഫ്രം റിയാക്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാണ്. ക്ലാസ് authform എക്സ്റ്റെൻസ് കമ്പോണൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റെൻഡർ മെത്തേഡ് ചെയ്താണ്. റെൻഡർ മെത്തേഡിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു കറൻ്റ്ലി ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു ഫോം മാത്രമാണ് റിട്ടേൺ ചെയ്യുന്ന പ്ലാനുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് നമുക്ക് എഴുതാം ഓത്ത് ഫോം. ഓക്കെ, സോ നമ്മളിപ്പോൾ റിയാക്റ്റിൽ നിന്ന് കമ്പോണൻറ്റ് ക്ലാസ്സൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുത്തിരുന്നു. എന്നിട്ട് നമ്മൾ ഫോം എലമെൻറ്റ് ഇവിടെ ജസ്റ്റ് കൊടുത്തു, JSXൽ ജസ്റ്റ് ഫോം എലമെൻറ്റ് കൊടുത്തു. ഇപ്പോൾ UI ഒരു പ്ലേസ് ഓർഡർ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൽ ഇൻപുട്സും ലേബിൾസൊക്കെ ഈ ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് റാപ്പപ്പ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഫീൽഡ് ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? ഇമെയിലും പാസ്വേഡും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഓൾറെഡി മോക്കപ്സ് നമ്മൾ ഗോത്രൂ ചെയ്തിരുന്നു കുറേ പ്രാവശ്യം. വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഗോത്രൂ ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇമെയിൽ പാസ്വേഡ് ഉണ്ട്. സൈനപ്പിന് അതേപോലെ തന്നെ സൈൻ ഇന്നിനും ഇമെയിൽ പാസ്വേഡും ബട്ടണും സബ്മിറ്റ്. സോ സെയിം തന്നെയാണ്. സോ അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ ഫീൽഡിൻ്റെ ഉള്ളിലൂടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഫീൽഡ്സിൽ 2 ഇൻപുട്ട് ഫീൽഡായി നമ്മൾ കൊടുക്കും, ഇമെയിലും പാസ്വേഡും. പക്ഷേ അവരുടെ വാല്യൂസൊക്കെ റിയാക്ട് ലോക്കൽ സ്റ്റേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും റിഡക്സ് ഉപയോഗിക്കണമെന്ന്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഈ ഫോം ഡാറ്റ വേറെ കമ്പൗണ്ടിലോ ഗ്ലോബലായിട്ട് നമ്മൾ വേറെ എവിടെ യൂസ് ചെയ്യുന്നില്ല. ഇത് ലോഗിൻ ഫോമിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലോക്കൽ കമ്പൗണ്ട് ലെവലിലെ സ്റ്റേറ്റ് ആയിരിക്കും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്കൊരു കൺസ്ട്രക്ടർ ആഡ് ചെയ്യാം. കൺസ്ട്രക്ടർ അതിൻ്റെ ഉള്ളിൽ പാരാമീറ്ററായിട്ട് പ്രോപ്സ് സൂപ്പർ മെത്തേഡ് വിളിക്കാം. പ്രോപ്സ് സോ സൂപ്പർ കഴിഞ്ഞാൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഈക്വൽ ടു നമ്മൾ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഇമെയിൽ പിന്നെ പാസ്വേഡ് 2 ഫീൽഡ് ഞാൻ പറഞ്ഞു, ഇമെയിലും പാസ്വേഡ്. സോ ഇതിലൂടെ നമുക്ക് കമ്പോണൻറ്റിൽ ഇമെയിൽ പാസ്വേഡും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്റ്റേറ്റ് വഴി എടുക്കുന്നത്, ഇമെയിൽ പാസ്വേഡ് വഴി എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മെറ്റീരിയൽ സീരീസസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഗ്രിഡ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ div വെച്ച് റാപ്പ് ചെയ്യണം. നമ്മൾ എഴുതിയ ഫോമിനെ div വെച്ച് റാപ്പ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ഞാനവിടെ ക്ലാസ് നെയിം കൊടുക്കുന്നത് റോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഫോമിന് നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കോൾ S4 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ റോവിന് നമ്മൾ ഔട്ടർ റാപ്പറിൽ കൊടുത്തിരുന്നു ക്ലാസ് നെയിം പറഞ്ഞിട്ട്. പിന്നെ കോൾ SF4 എന്ന് പറഞ്ഞിട്ട് ഫോം വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരുന്നു. 1/3 ഓഫ് ദി കണ്ടെയ്നർ വിഡ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ S6 ആയി മാറ്റാം. ഫോം കൂടുതൽ നല്ല വിഡ്ത്തുള്ളതാക്കി മാറ്റും S6 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് ഫീൽഡ്സ് കൊടുക്കാനാണ്. ഇമെയിലും പാസ്വേഡും നമുക്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ഫോമിൻ്റെ ഉള്ളിൽ ഞാൻ div എഴുതാം ആദ്യം. ആൻഡ് ഡിവിൻ്റെ ക്ലാസ് നെയിം വന്നിട്ട് നമുക്ക് ഇൻപുട്ട് ഫീൽഡ് എഴുതി. അത്
അത് കഴിഞ്ഞിട്ട് ലേബലിൽ ഞാൻ ഇമെയിൽ എന്ന് കൊടുത്തു. ഇമെയിൽ കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടാണ് വേണ്ടത്. ഇൻപുട്ടിൽ വാല്യൂ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ this.state.email തന്നെയാണ്. ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യണം സ്റ്റേറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്, വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓൺ ചേഞ്ച് ഇവൻറ്റ് വേണം സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓൺ ചേഞ്ച് ഇവൻറ്റിൽ ഞാൻ this.setState അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇമെയിൽ target.value എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് ബേസിക്കലി ഇൻപുട്ടിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, വാല്യൂം കൊടുത്തിട്ടുണ്ട്, ഓൺ ചേഞ്ച് ഇവനും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ div ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. പാസ്വേഡിനും ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇമെയിലിന് പകരം ഞാൻ പാസ്വേഡ് ആക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻപുട്ടിൽ ഞാനിവിടെ ഒരു പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യണം, ടൈപ്പ്. കാരണം നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, യൂസറിന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നത്. അത് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ വാല്യൂ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് this.state.email വരും പാസ്വേഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ this.stateൽ നമ്മൾ വെച്ചാൽ setState പാസ്വേഡ് നമ്മൾ കൊടുക്കും target.value എന്നിട്ട് div ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ മെറ്റീരിയൽ സീസസ് ഇൻപുട്ട് ഫീൽഡ് ക്ലാസ് ഇൻപുട്ട് ലേബലിനൊക്കെ ഒരു ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് യൂസ് ചെയ്യുന്നത്. വാല്യൂ ബേസിക്കലി നമ്മളിവിടെ എടുക്കുന്ന വാല്യൂ ഇവിടെയാണെങ്കിലും എടുക്കുന്ന വാല്യൂ സ്റ്റേറ്റിൽ നിന്നുമാണ് വരുന്നത്. പിന്നെ ഓൺ ചേഞ്ച് ഇവൻറ്റ് നമ്മൾ കറസ്പോണ്ടിങ്ങിൽ എഴുതിയിരുന്നു ഇവിടെ. സോ അത് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ കമ്പോണൻ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതിയിരുന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബട്ടൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ div കഴിഞ്ഞിട്ട് ഞാനത് മെൻഷൻ ചെയ്യണം ബട്ടൺ ആഡ് ചെയ്യാനായിട്ട്. സോ അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബട്ടൺ ആഡ് ചെയ്യാം. ബട്ടൺ നമ്മുടെ പേരിൽ സബ്മിറ്റാണ്. നമുക്കൊരു ബട്ടണിനൊരു ക്ലാസ് നെയിമും കൂടി ആഡ് ചെയ്യാം സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ തൽക്കാലം അത് BT എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ BTN ക്ലാസ് ഉപയോഗിച്ച് ബട്ടൺ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് BTN യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലോഗിൻ ഫോം ലൈക്ക് ഈ ഓത്ത് ഫോം നമ്മൾ ലോഗിൻ ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ലോഗിൻ ഫോമിൽ നമ്മൾ ഈ ഓത്ത് ഫോം എഴുതിയിട്ടുണ്ട്. ഈ ലോഗിൻ ഫോമിന് പകരം ഞാൻ തൽക്കാലം ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ഓത്ത് ഫോം എന്നാണ്. ഓക്കെ, അതോടൊപ്പം ഞാനിവിടെ ഒരു ടാഗും കൂടിയും കൊടുക്കാം, H3 ലോഗിൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഒന്ന് സേവ് ചെയ്തിടാം. എന്നിട്ട് എക്സ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഓത്ത് ഫോം ലോഗിൻ ഫോമിലേക്ക് നമ്മൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈൽഡ് കമ്പോണൻ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓത്ത് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ നമ്മൾ ഈ ഹെഡിങ്ങിൽ ലോഗിൻ നമ്മൾ ആഡ് ചെയ്തു. UI അത് കൂടുതലും കൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോം വരുമ്പോൾ സൈൻ ഇൻ ആണോ സൈൻ അപ്പ് ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ലോഗിൻ ഞാനത് സൈൻ ഇൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോഗിൻ ഞാനിവിടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ നമുക്കൊരു കണ്ടെയ്നർ കണ്ടെയ്നർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മെറ്റീരിയൽ സീസിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഓത്ത് ഫോമിൽ റോവും കോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ റോവും കോളും ഉപയോഗിക്കുമ്പോൾ അതൊരു കണ്ടെയ്നർ എന്ന പാരൻ്റ് എലമെൻ്റ് ഉള്ളതിലായിരിക്കണം. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ app.js ആണ് നമ്മുടെ ഓവറോൾ കണ്ടെയ്നർ ഉള്ളത്. സോ ഇതിൻ്റെ എല്ലാ കമ്പോണൻറ്റും app.js ആപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത് ചൈൽഡ്രനായിട്ട്. സോ ഇവിടെ ഞാനത് റാപ്പപ്പ് ചെയ്യാണ്. കണ്ടെയ്നർ ഒന്ന് സേവ് ചെയ്യാം. കണ്ടെയ്നർ റാപ്പ്.
സോ ഇതോടെ മെറ്റീരിയൽ CSS ഗ്രിഡൊക്കെ ഓൾമോസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് വിചാരിക്കുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഇനി. സോ ഇതെല്ലാം സേവ് ചെയ്തു. ഞാൻ കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈലിങ് സക്സസ്ഫുള്ളിയാണ്. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലോഗിൻ പേജിൽ ഇമെയിൽ പാസ്വേഡൊക്കെ നമുക്ക് കിടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇമെയിൽ എടുക്കുന്നുണ്ട്, പാസ്വേഡ് കിടക്കുന്നുണ്ട്. പിന്നെ വിഡ്ത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൂട്ടാം. ഇപ്പോൾ കോൾ S4 കൊടുത്തിരിക്കുന്നത്, S6 ആക്കി കുറച്ചും കൂടി വിഡ്ത്ത് കൂടും എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള ഫോം UI ഇപ്പോൾ UI ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് സബ്മിറ്റിൽ നമ്മൾ ഓൺ ക്ലിക്ക് ഒരു ഇവൻറ്റ് ഇൻ്റർസെപ്റ്റൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ലോഗിൻ ഫോമിൽ നിന്നുള്ള കോൾ ബാക്ക് ഓത്ത് ഫോമിലേക്ക് പാസ് ചെയ്യണം. പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂട്ടേഷൻ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നതാണ് 1 by 1 ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും എറർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡീബഗ് ചെയ്ത് നോക്കുക. ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എറർ എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ താങ്ക്സ് എ ലോട്ട്, ബൈ.